ഇപ്പോൾ രമേശ് ചെന്നിത്തല ടെലിഫോൺ ലൈനിൽ നമുക്കൊപ്പം ചേരുന്നുണ്ട്. രമേശ് ചെന്നിത്തല, നമസ്കാരം. മാതൃഭൂമി ന്യൂസിലേക്ക് സ്വാഗതം. ഫെമ ചട്ട ലംഘനം കാണിച്ചുകൊണ്ട് ഇപ്പോൾ ED നോട്ടീസ് മുഖ്യമന്ത്രിക്ക് വന്നിരിക്കുന്നു. എന്താണ് താങ്കൾ ഈ ഘട്ടത്തിൽ പ്രതികരിക്കുന്നത്? മണിക്ക് വളരെ വിശദമായി കാസർഗോഡ് പ്രസ് ക്ലബിൽ ഇതിനെപ്പറ്റി രേഖകൾ സഹിതമുള്ള കാര്യം പറയുന്നതാണ്. ഈ ഇഷ്യൂ ഞാനാണ് അന്ന് പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ഉന്നയിച്ചത്. ഇത് തീർച്ചയായും ഇത് ചട്ടലംഘനമാണ്, ഇതിൽ അഴിമതിയാണ്. അതിന്റെ വിവരങ്ങൾ മാതൃഭൂമി ന്യൂസ് അടക്കമുള്ളവർക്ക് 10 മണിക്ക് ഞാൻ തരുന്നതാണ്. മുൻ ഫിനാൻസ് മിനിസ്റ്റർ തോമസ് ഐസക് അടക്കം ടെലിഫോൺ ലൈനിൽ വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു. ഏതായാലും 10 മണിക്ക് വിശദ വിവരങ്ങൾ കൈമാറുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹമാണ് ഈ കാര്യങ്ങൾ ആദ്യം മാധ്യമ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത്, ഇതൊരു പരാതിയായി ഉന്നയിച്ചതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. 2019 9.72% പലിശയ്ക്ക് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഈ മസാല ബോണ്ട് ഇറക്കിയത്. അതിൽ നിന്ന് ലഭ്യമായ പണമാണ് പൊതുപ്രവർത്തനത്തിനായി അടിസ്ഥാന സൗകര്യ വികസനത്തിനായി ഉപയോഗിച്ചത്. അതിൽ ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് ഫെമ നിയമപ്രകാരം അത് ശരിയല്ല, ചട്ടലംഘനമാണ് എന്നതാണ് ED കണ്ടെത്തിയത്.